ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, സുഡാപ്പികളുടെ ഈ ആഴ്ചത്തെ പുതിയ തന്ത അത് നമ്മുടെ ന്യൂയോർക്കിലെ മേയറായിട്ടുള്ള മമദാനിയാണ്. മമദാനി ന്യൂയോർക്കിൽ മേയറായി. അദ്ദേഹം ഖുറാനിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ചില കമ്മ്യൂണിസ്റ്റുകളും ഈ ലിബറൽസും പിന്നെ ഈ നക്സലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിഭീകരമായിട്ടുള്ള കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ ആ ലോയൽറ്റി കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഖുറാനിൽ തൊട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ ആനന്ദ എന്താ നൃത്തം ചവിട്ടുന്നത് നമുക്ക് ഇവിടെ കിടന്ന് കാണാം. പക്ഷെ കഴിഞ്ഞ ദിവസവും ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ മമദാനി ഖുറാനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഓക്കെ, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്തിന്റെ ഇവിടെ കോർപ്പറേഷൻ ഭരണം ഏറ്റെടുത്തപ്പോ ഇവിടെയുള്ള BJP മേയർമാര് ആറ്റുകാലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോ അയ്യോ മതേതരത്വം തകർന്നു പോയി എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ വേറൊരു മേയർ ഇവിടെ പത്മനാഭസ്വാമിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോ അവരെ പിരിച്ചുവിടണം എന്നാണ് പറഞ്ഞത്. കാരണം ഇന്ത്യൻ ഭരണഘടനയെ താറടിച്ച് കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. ദൈവനാമത്തിലേക്ക് ആർക്കെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് സാധിക്കുമോ? കാരണം അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കില്ല, അത് നമ്മുടെ തെറ്റാണ്. പക്ഷെ അവിടെ ഖുറാനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഭയങ്കരമായിട്ട് സന്തോഷം, ആനന്ദ നൃത്തം ചവിട്ടുന്നു, അതിഭീകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. പോട്ടെ, മമദാനി അവിടെ എന്തിലോ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യട്ടെ. ഇവൻ നമ്മുടെ നാട്ടിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, നമ്മളുമായിട്ട് ഇവന് യാതൊരുവിധ ബന്ധവുമില്ല. ഇന്ത്യൻ റൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, ആ റൂട്ട്സ് ഒക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, മേയറായി ചുമതലയേറ്റതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ, മറ്റേ അൽ ഖ്വയ്ദയുടെ പ്രതിഭാഗം വക്കീലായിട്ടുള്ള 29/11 അതിന്റെ ഭീകരാക്രമണത്തിന്റെ വക്കീലായിട്ടുള്ള ഒരുത്തനെയാണ് ഇവന്റെ മറ്റേ ചുമതലകളിൽ ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതൊരു വലിയ വിവാദമായി. അതിനുശേഷം ഇപ്പൊ വന്നിരിക്കുന്ന വിവാദം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിവാദമാണ്. ഇസ്രായേൽ പറഞ്ഞു കൂടുതൽ കളിക്കാൻ നിൽക്കരുത് മോനെ എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കരാർ മുൻ മേയർ വെച്ചത് റദ്ദാക്കിയിട്ടുണ്ട്. എല്ലാം പോട്ടെ, ഇവൻ ഇപ്പോ മേയറായ ശേഷം ഇവൻ ആദ്യം പറയുന്നത് പ്രിയപ്പെട്ട ഉമർ, ഞങ്ങളുടെ ചിന്തകളിൽ നീയുണ്ട് എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനോട് തോന്നുന്ന സ്വതസിദ്ധമായിട്ടുള്ള സ്നേഹം. ഈ ഉമർ എന്നുള്ളത് വല്ല സുമേഷ് എന്നോ രമേശ് എന്നോ ആയിരുന്നെങ്കിൽ ആ ചിന്തകളിൽ പോലും അവൻ കാണില്ലായിരുന്നു എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോ പ്രിയപ്പെട്ട ഉമർ, ഞങ്ങളുടെ ചിന്തകളിൽ നീ ഉണ്ടെന്ന് പറയുമ്പോൾ ഡൽഹി കലാപത്തിൽ അകത്ത് കിടക്കുന്ന ഈ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ആ ഒരു ഭീകരവാദിയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഉമർ, ഞങ്ങളുടെ ചിന്തകളിൽ നീ ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് അവനോട് പറയാനുള്ളത് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. നീ അവിടെ ചിന്തകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ. പോരാത്തതിന് ഈ ഉമർ ഖാലിദിന് ജാമ്യം നൽകണമെന്ന് പറഞ്ഞ് ഇവന്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം അമേരിക്കയിലെ US സെനറ്റർമാർ കത്തുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്റെ പൊന്നു ബിജുചേട്ടാ, ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഉമർ ഖാലിദിന് എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാത്തത്, കാരണം ഒരു ജാമ്യം കൊടുക്കാത്തത്. കാരണം ഇവന്റെ കൂടെ അകത്ത് പോയ ആൾക്കാരൊക്കെ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങി, പിന്നെ അവർ ഈ പരിസ്ഥിതി പ്രശ്നവുമായിട്ട് വീണ്ടും കലാപം ഉണ്ടാക്കാനായിട്ട് വന്നു, വീണ്ടും അവരെയൊക്കെ അടിച്ചു പിടിച്ച് അകത്തിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നമ്മൾ ആ വാർത്ത എടുത്തതാണ്, ബിജുചേട്ടൻ തന്നെയാണ് അത് പറഞ്ഞത്. ഇവർ വീണ്ടും വേറൊരു രൂപത്തിൽ കലാപം ഉണ്ടാക്കാനായിട്ട് വന്നു, ഈ ഡൽഹി കലാപത്തിൽ അകത്ത് പോയിട്ട് ജാമ്യത്തിൽ ഇറങ്ങി. അപ്പോഴും ഉമർ ഖാലിദിന് ജാമ്യം കൊടുത്തിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നി സുപ്രീം കോടതി ജാമ്യം കൊടുത്തിട്ടില്ല, ഹൈക്കോടതി ജാമ്യം കൊടുത്തിട്ടില്ല, ഒരു കോടതിയും ജാമ്യം കൊടുത്തില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇയാൾക്ക് ജാമ്യം കൊടുക്കാത്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇവനൊരു JNU വിദ്യാർത്ഥിയാണ്, ഇവനൊരു സാധാരണ ഇന്ത്യക്കാരനാണ്, എന്റെ മകൻ തങ്ക കട്ടിയാണ്, തങ്ക കമ്പിയാണെന്നൊക്കെ ഇവന്റെ അച്ഛനും അമ്മയും എല്ലാം പറയുമ്പോഴും ഇവന് വേണ്ടി രംഗത്തെത്തുന്നത് ന്യൂയോർക്കിലെ മേയർ, പിന്നെ US-ന്റെ 11 സെനറ്റർമാരാണ് ഇവനെ രക്ഷിക്കാനായിട്ട് കത്തെഴുതുന്നത്. അത്ര ഭീകരമാണ് ഇവന്റെ പിറകിലുള്ള ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവനൊരു ചെറിയ പുള്ളി അല്ലല്ലോ ബിജുചേട്ടാ. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? നമുക്കറിയാം, മോദിയോട് മുട്ടാനൊന്നും ആയിട്ടില്ല മേയർ മമദാനി എന്ന് പറയുന്നത്. മുട്ടിയവന്മാരൊക്കെ മുട്ടിൽ കഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാനഡയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയും, പിന്നെ മലേഷ്യൻ പ്രസിഡന്റും, മാലിദ്വീപിലെ പ്രസിഡന്റൊക്കെ. പിന്നെ ട്രംപ് പോലും നരേന്ദ്രമോദിയുടെ മുമ്പിൽ മുട്ടുമടക്കി നിന്ന ചരിത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ ഒരു ചരിത്രം കൂടെ നമുക്ക് പറയാനുണ്ട്. അപ്പോഴാണ് ഇപ്പം മമദാനി വരുന്നത്. എന്ത് തോന്നുന്നു ഇക്കാര്യത്തിൽ? മമദാനിയുടെ ഇപ്പോൾ നടത്തിയ പ്രസ്താവന ഒരു അത്ഭുതം തോന്നുന്നില്ല. കാരണം ഈ നമ്മുടെ രാജ്യത്ത് മുൻകാലങ്ങളിൽ തൊട്ട് ഡീപ് സ്റ്റേറ്റ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പൊതുവെ ചിലപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിക്കും എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തുള്ള ആക്ടിവിസ്റ്റുകൾ, മാധ്യമപ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, രാഷ്ട്രീയക്കാർ എന്നിവരെ ചേർത്തുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ്. എന്നിവരെ ചേർക്കുക എന്ന് പറയുമ്പോൾ ഇവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതല്ല, അവരെയൊക്കെ പണം കൊടുത്തും മറ്റു രീതിയിലും സ്വാധീനിച്ച് ഇവരുടെ ഒരു വലയത്തിലേക്ക് ആക്കുകയും ഇവർ കൊടുക്കുന്ന ഒരു ടൂൾ കിറ്റ്, ഇവരൊരു സബ്ജക്റ്റ് കൊടുക്കും. ഈ മാസം ഈ രീതി ഇതായിരിക്കണം ഈ മാസത്തെ നമ്മുടെ പ്രക്ഷോഭത്തിന്റെ, ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം, അതിനായിട്ട് ഇത്ര ഫണ്ട് നീക്കിവെക്കും. ഈ ഫണ്ട് ആരാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ അസംഖ്യം വരുന്ന മതസംഘടനകള്, പരിസ്ഥിതി സംഘടനകളൊക്കെ ഉണ്ട്. ഏതായാലും നരേന്ദ്രമോദി സർക്കാർ കയറിയതിനു ശേഷം 25,000 NGO-കളുടെ ഫണ്ട് തടയുക മാത്രമല്ല, ആ സംഘടനകൾ തന്നെ ഇല്ലാതാക്കിയിരുന്നു. NGO-കളാണ് അതൊക്കെ.
അപ്പം ഇത്തരം സംഘടനകളെയൊക്കെ പരിസ്ഥിതിയുടെ മറവിലും മറ്റുമൊക്കെയാണ് ഈ ഫണ്ട് എടുക്കുന്നത്. നമ്മൾ കണ്ടു നേപ്പാളിൽ അമേരിക്കൻ സംഘടനകൾ എത്ര രൂപ മുടക്കി എന്നുള്ള അതിന്റെ കണക്ക് സഹിതം കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ വാർത്ത ചെയ്തിരുന്നു. അവിടെ യുവാക്കളെ കൂടുതൽ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനുള്ള പരിശീലനത്തിന് എന്ന പേരിലാണ് അവിടെ ഫണ്ട് ഒഴുക്കിയത്. അപ്പം ഈ മമദാനി എന്ന് പറയുന്നത് ഇത് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രധാന കണ്ണിയായ ഇസ്ലാമിക് ഭീകരവാദികളും വിഘടനവാദികളുമുണ്ട്. അതിൽ മമദാനി എന്ന് പറയുന്നത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഇന്ത്യയിലുള്ള ആക്ടിവിസ്റ്റുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവിടെയാണ് നമ്മുടെ ശ്രീമാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ അടക്കമുള്ള ചില ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഡീപ് സ്റ്റേറ്റിന്റെ വക്താക്കളെന്ന് നമ്മൾക്ക് പരസ്യമായി അറിയാവുന്ന ചില മാധ്യമ പ്രവർത്തകരുമായി ചർച്ച ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇദ്ദേഹം അമേരിക്കയിൽ പോയി ചിലരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം പോയി ചർച്ച നടത്തുന്നത് നേരെ ചൊവ്വയുള്ള ആൾക്കാരുമായിട്ടല്ല, ഇന്ത്യ വിരുദ്ധരുമായിട്ടാണ് ഇദ്ദേഹം ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് വലിയ രസകരമായ കാര്യം. ഇനി മംദാനിയിലേക്ക് വരാം. മംദാനി ന്യൂയോർക്ക് ജയിച്ചത് അമേരിക്കക്കാരുടെ വോട്ടെന്ന് പറയാൻ കഴിയില്ല. അവിടെ കുടിയേറി അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുള്ള സുഡാപ്പികളുടെ വോട്ട് കൊണ്ട് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് അവിടെ ക്രിസ്ത്യാനികൾക്ക് മതേതരത്വം പറയാനുള്ള റൈറ്റ് ഒന്നും അവിടെ ഇല്ല. ഞങ്ങളവിടെ വോട്ട് കൊണ്ടല്ലേ ജയിച്ചത് അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ആ വോട്ടിന്റെ എണ്ണവും സഹിതവും അവിടെ എത്ര വോട്ട് കൂടി മുസ്ലിംസിന്റെ എന്നൊക്കെ സഹിതം ധനുഷാണെന്ന് തോന്നുന്നു ആ വാർത്ത ചെയ്തിരുന്നു ന്യൂസ് ഇന്ത്യ മലയാളത്തില്. അപ്പം നമുക്കറിയാം. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അവനെ ജയിപ്പിച്ചിരിക്കുന്നത് അവരുടെ കാര്യം പറയാൻ തന്നെയാണ്. അതിനകത്ത് അതുകൊണ്ടാണല്ലോ ഈ ട്രംപ് കിടന്ന് മുക്ര ഇട്ടത്. ട്രംപ് നേരിട്ട് ഇറങ്ങി വന്ന് പ്രചരണം നയിച്ച ഒരു മേയർ തെരഞ്ഞെടുപ്പായിരുന്നു ന്യൂയോർക്കില്. വേറെങ്ങും അദ്ദേഹം പോയില്ല, പലയിടത്തും അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് പോയിട്ടില്ല. ഇദ്ദേഹം ഇവിടെ വന്നു, ഇവനെ ഒരു കാരണവശാലും ജയിക്കരുത്. പക്ഷെ അവൻ ജയിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇദ്ദേഹം ഈ അഡ്വക്കേറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ഉസാമ ബിൻ ലാദന്റെ സുഹൃത്തും കൂടിയാണ്. ഇവർ ആദ്യം ചെയ്ത ഇന്നലെ ഈ മേയർ കയറിയതിനു ശേഷം ഈ ഒരു കരാറ് റദ്ദാക്കി മുൻ മേയർ. അതെന്താണെന്നറിയാവോ? അതായത് ജൂതന്മാരുടെ സിനഗോഗുകളുണ്ട്. സിനഗോഗ് എന്ന് വെച്ചാൽ അവരുടെ ആരാധനാലയത്തിനാണ് സിനഗോഗ് എന്ന് പറയുന്നത്. ഇതിന്റെ മുമ്പിൽ പ്രതിഷേധം നടത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഉത്തരവ്. ആ ഉത്തരവ് റദ്ദ് ചെയ്തു. അതുകൊണ്ട് നാളെ മുതൽ സുഡാപ്പികൾ ഈ സിനഗോഗുകളുടെ മുമ്പിൽ അഴിഞ്ഞാട്ടം നടത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇന്ന് തന്നെ നടത്തുമോന്ന് എനിക്കറിയില്ല. കാരണം അതിന്റെ പേപ്പർ ഇന്നലെ തന്നെ റദ്ദാക്കി കഴിഞ്ഞല്ലോ. റദ്ദാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് തന്നെ ചിലപ്പം ആഹ്ലാദം നൃത്തം ചവിട്ടും, സ്വതന്ത്ര പാലസ്തീന് വേണ്ടി സിനഗോഗിന് മുമ്പിൽ പ്രകടനം നടത്തും. അത് എന്ത് പരുവമായി തീരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇതാണ് ഇസ്രയേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ മേയറെ ഈ രീതിയിൽ അവർക്ക് തടയാനും കഴിയില്ല. ഇതൊരു വലിയ വിഷയമായിട്ട് അവിടെ മാറും. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ സുഡാപ്പികൾ പിടിമുറുക്കുന്ന സുഡാപ്പി എന്ന് ഞാൻ പറയും, SDP ക്കാരല്ല കേട്ടോ, ഞാനൊരു കോമൺ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇവര് പിടിമുറുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. UK ഏതാണ്ട് അവരുടെ കയ്യിലേക്ക് പോയി, അമേരിക്കയും പതുക്കെ അവരുടെ കയ്യിലേക്ക് എത്തുന്നു. അവര് തന്നെ പറയുന്നുണ്ട്, ഇസ്ലാമിക മതപ്രഭാഷകരും മതപണ്ഡിതന്മാരും തന്നെ പറയുന്നുണ്ട്, യൂറോപ്പ് ഇതാ നമ്മുടെ കാൽക്കിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും അവർക്ക് കാൽക്കീഴിൽ ആക്കാൻ കഴിയാത്ത രാജ്യങ്ങൾ കുറച്ചുണ്ട്. അതാണ് ഈ ഇന്ത്യ, റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ. നമ്മൾ അവർക്കെതിരെ ഇങ്ങനെ പടപൊരുതി നിൽക്കുമ്പോഴാണ് നമ്മളെ ക്ഷയിപ്പിക്കാനായിട്ട് വ്യാജ വാർത്തകളുമായി നമ്മുടെ മാധ്യമങ്ങൾ തന്നെ കുത്തിത്തിരിപ്പ് നടത്തുന്നു, നമ്മുടെ രാഷ്ട്രീയക്കാർ കുത്തിത്തിരിപ്പ് നടത്തുന്നു, നമ്മുടെ മതമേലധ്യക്ഷന്മാർ കുത്തിരിപ്പ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന ഫണ്ട് വാങ്ങി നടത്തുന്ന പ്രത്യേകത നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ഖാലിദ് ഉമർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി നിരന്തരം ഇവിടുത്തെ മാധ്യമങ്ങൾ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. തനിഷ് ചോദിച്ച ചോദ്യം ശരിയാണ്. എന്തുകൊണ്ടാണ് ഈ കോടതികളൊന്നും ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാത്തത്? ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതിക്ക് ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കൊക്കെ ജാമ്യം കിട്ടി. അവരായിരുന്നു ഒരാഴ്ച ധനുഷ് പോകുന്നതിന് മുമ്പ്, എനിക്ക് തോന്നുന്നു നവംബർ മാസത്തിൽ ദില്ലിയിലെ അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ ഇന്ത്യ ഗേറ്റിൽ വലിയൊരു സംഭവം നടത്താൻ പോയി, തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. അപ്പം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വിവിധ രാജ്യങ്ങൾ ഉമർ ഖാലിദിനെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതി. ഇപ്പോഴിതാ മമദാനി വരുന്നു. മമദാനി ഇവിടെ ശ്രമിക്കുന്ന ഒരു കാര്യം, മമദാനിക്ക് ലോക മുസ്ലിങ്ങളുടെ രക്ഷകനാണ് താൻ. കാരണം അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്കിലെ മേയറാണ്, അമേരിക്കയുടെ മേയറാണ്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിന്റെ നെറുകയിലിരിക്കുന്ന ന്യൂയോർക്ക്, ആ ന്യൂയോർക്കിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് മമദാനി ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ശ്രദ്ധയാകർഷിക്കുന്നു. മാത്രമല്ല അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഞാനുണ്ട്. അവരുടെ മുഴുവൻ ലക്ഷ്യവും ഇന്ത്യയാണ്. ഈ പറയുന്ന മുഴുവൻ ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ഒപ്പം തന്നെ മുഴുവൻ മതമൗലികവാദികളുടെ ശ്രദ്ധ ഇന്ത്യയാണ്. എന്തുകൊണ്ട് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 3800 ഭാഷകളും 140 കോടി ജനങ്ങളും ജാതിയും ഉപജാതിയുമായി വിഘടിച്ചു നിൽക്കുന്നവരും 2500 രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടിയും അതിന്റെ ഒരു 100 ഇരട്ടി സംഘടനകളുമുള്ള ഈ രാജ്യത്ത് എളുപ്പത്തിൽ പണി നടക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇന്ത്യ അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന്,
ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന സാമ്പത്തിക ആ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ആ സാമ്പത്തിക സിസ്റ്റം ഇന്ത്യ നാൾക്കുനാൾ വികസിക്കുന്നു. അപ്പോൾ വികസിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ആ രാജ്യം തന്നെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ ഈ നടക്കുന്ന മതപരിവർത്തനം എന്ന പേരിൽ നടക്കുന്ന അതെനിക്ക് തോന്നുന്നു വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനഃപൂർവ്വ ശ്രമങ്ങളാണ് അവർ ഇത്തരത്തിൽ നടത്തുന്നത് തന്നെ. അത് ഇസ്ലാമിക ഭീകരവാദികള് ഏതാണ്ട് നക്സലിസം തീർന്നു, ബാക്കിയുള്ളവര് ഇതൊക്കെ ഇപ്പോഴും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ കോൺഗ്രസിന്റെ ഒരു നേതാവ് പറയുന്നു, ഇറാനിൽ നടന്നതുപോലെ ഒരു കലാപം ഇന്ത്യയിൽ നടക്കണം. അതായത് ഇവരിപ്പോഴും അധികാരത്തിൽ നിന്ന് പുറത്തുപോയത് എന്താണെന്നുള്ളത് ഇവർ അനാലിസിസ് ചെയ്തിട്ടില്ല. ഇവരുടെ ധാരണ മുഴുവൻ ഞങ്ങൾ എങ്ങനെയോ പുറത്തുപോയി, നരേന്ദ്രമോദിയും ടീമും ഓട് പൊളിച്ചകത്ത് കയറി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവരെ ജനം തള്ളിയതാണ് എന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇവരെ ജനം വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷെ അവർക്കതല്ല. കാരണം അവർ ഇത്രയും നാൾ 10-60 കൊല്ലം സുഖിച്ചു കഴിഞ്ഞിരുന്നു. അധികാരം പോയപ്പോൾ അവർക്കത് തിരിച്ചു കിട്ടണം. അവരുടെ തെമ്മാടിത്തരങ്ങളെല്ലാം നടക്കണം. കണ്ടെയ്നറിൽ നോട്ട് വരണം. ആ 500-ന്റെ നോട്ടൊക്കെ കട്ടിലടിയിൽ ഇരിക്കുന്നവരുടെയൊക്കെ വീണ്ടും മാറിക്കൊടുക്കണം. അങ്ങനെ ഈ രാജ്യം എല്ലാ തരത്തിലും അസ്ഥിരപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്നലെ കോൺഗ്രസ് നേതാവ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഇതേ രീതിയിൽ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. ഇതിനനുസരിച്ച് ഇന്ത്യയിൽ ദേശീയത ശക്തമാകുന്നതുകൊണ്ടും ഈ രാജ്യമെന്ന വികാരം ഒറ്റക്കെട്ടായി നിൽക്കുന്നതുകൊണ്ടും മാത്രമാണ് ഇവന്മാരുടെ ഉഡായിപ്പുകളൊന്നും നടക്കാത്തത്. കേരളത്തിൽ പിന്നെ അത് പണ്ടും ചിലവായി, ഇപ്പോഴും ചിലവായി. ഞാൻ ഇവിടെ വെച്ച് ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൂടെ കഴിഞ്ഞ കേരളത്തിന്റെ പിക്ചർ മാറും. രാഷ്ട്രീയമായിട്ടല്ല, മതപരമായി തന്നെ കേരളത്തിന്റെ പിക്ചർ മാറും. ഒരു സൈഡിലേക്ക് ഹിന്ദു മുസ്ലിം ഒരു കൺസോൾട്ടേഷൻ വരും, മറു സൈഡിൽ ഹിന്ദു കൺസോൾട്ടേഷൻ ഉറപ്പായിട്ടും വരും. കാരണം ഇത് ഇവിടെ നടക്കും. ഇങ്ങനെ തന്നെ പോളറൈസേഷൻ സൃഷ്ടിക്കപ്പെടുകയാണ്, ഇവിടെ ഓട്ടോമാറ്റിക്കലി സൃഷ്ടിക്കപ്പെടുകയാണ്. പഴയതുപോലെ മതേതരത്വം എന്നുള്ള വാക്ക് വിശ്വസിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് പോലും റീച്ചില്ല. അങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നവർക്കോ പോസ്റ്റുകൾ ഇടുന്നവർക്കോ പോലും ഒന്ന് പിന്തുണയ്ക്കാൻ ആരുമില്ല എന്നുള്ള അവസ്ഥ. പണ്ട് കമ്മികളായിരുന്നു പിന്തുണച്ചുകൊണ്ടിരുന്നത്. കമ്മികൾക്ക് ആ അവസ്ഥ ഇന്ന് നഷ്ടമായിട്ടുണ്ട്. കമ്മികൾ തന്നെ നിലനിൽപ്പിന് പോരാടുക, അതായത് മുങ്ങിത്താഴാൻ പോകുന്ന അവസ്ഥയിലാണ് അവർ. ഇതേ അവസ്ഥയിലാണ്. അപ്പോൾ മമതാനി എന്ന് പറയുന്ന ചെറിയൊരു ഒരു വ്യക്തിയല്ല. അദ്ദേഹം കയറി പരസ്യമായി തന്നെ ഇന്ത്യക്കെതിരെ ഒരു ടൂൾ കിറ്റാണ് ഇറക്കിയിരിക്കുന്നത്. 11 സെനറ്റർമാരാണ് അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അതിനകത്ത് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അവരുടെ രാജാവായ ഡൊണാൾഡ് ട്രംപ് താരിഫിന്റെ വലിയ ഇത് ചുമത്തി ഇപ്പൊ ഇന്ത്യ പിച്ചച്ചട്ടി എടുക്കും, മോദി കാല് പിടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നവർക്കൊന്നും സംഭവിച്ചില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ വലിയ പട്ടിണിയിലേക്കൊന്നും പോയില്ല. നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. നാളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യം, അമേരിക്ക തന്നെ ഇവിടെ ബോംബിട്ടാലും നമ്മൾ സഹിക്കണ്ടേ? അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് ഒരു സിമ്പിൾ ലോജിക്ക്.